അയലാൻ സിനിമ ഞാൻ ഇന്ന് കണ്ടു. ഇന്നലെ റിലീസായതാണ്. അതുകൊണ്ട് തന്നെ കുറേ റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷമാണ് സിനിമ കണ്ടത്. അതിൽ നിന്നൊക്കെ ഇതൊരു പ്രോപ്പർ ഒരു ഫാമിലി എൻ്റർടൈനർ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് കുട്ടികൾക്ക് മെയിനായിട്ട് കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ പോയത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. വർക്കായ സിനിമയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസൊക്കെ അവർ കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു സിനിമ, പൈസ പോകാത്ത ആ ഒരു ഫീലിൽ ഹാപ്പിയായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ് അയലാൻ. ഭയങ്കര പുതുമയുള്ള സംഭവമൊന്നുമല്ല. കാരണം ഇത് 2019 ഷൂട്ട് തുടങ്ങിയതാണ്. കോവിഡിൻ്റെ അതുകൊണ്ട് ബ്രേക്ക് ആയതാണ്. അന്ന് ഇത് ഇറങ്ങിയിരുന്നെങ്കിൽ വൻ പൊളി ആ ഒരു ലെവലിൽ വന്നതാണ്. ഇപ്പോൾ ശിവകാർത്തികേയൻ തന്നെ മാവീരൻ ചെയ്തല്ലോ ഓൾറെഡി ലാസ്റ്റായിട്ട്. അപ്പം ആ ഒരു ഫ്രഷ്നെസ്, പിന്നെ അതുമാത്രമല്ല നമ്മളും ഒരുപാട് പുറത്തെ സിനിമകളൊക്കെ ആയിട്ട് എക്സ്പോസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഇത് കാണുമ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മ, പക്ഷേ ഒരു നല്ലൊരു എഫേർട്ട് നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റും. VFX ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോക സിനിമയെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റിയൊരു VFX ആണ് ഈ സിനിമയ്ക്കുള്ളത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ബെസ്റ്റ് എന്ന് വേണം പറയാം. ഇൻ്റർനാഷണൽ ക്വാളിറ്റിയാണ്. ശിവകാർത്തികേയൻ തകർത്തു. ഏലിയൻ ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നത് ഇതാണ്. സിദ്ധാർത്ഥ് നല്ല പൊളിയായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ രകുൽപ്രീത് ആയാലും കരുണാകരനായാലും യോഗി ബാബു ആയാലും കിട്ടിയ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സെറ്റപ്പ് തോന്നിയില്ല. പിന്നെ വില്ലനാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ ഡമ്മി കോമഡി പീസായിട്ട് എനിക്ക് തോന്നിയത്. ഒരു കാര്യമില്ലാത്ത. പിന്നെ മലയാളത്തിൽ നിന്നും 1-2 പേരൊക്കെ സിനിമയിലുണ്ട്. രാഹുൽ മാധവ് അത്യാവശ്യം നല്ല റോളാണ്. പിന്നെ ഈ സിനിമ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് അത്യാവശ്യം എഴുത്തിലുണ്ട്. പക്ഷേ അതിനുശേഷം ഏലിയൻ വരുന്നു. പിന്നെ അങ്ങോട്ട് ഇൻ്റർവെൽ വരെ നല്ല എൻ്റർടൈനിങ് എൻഗേജിങ്ങുമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പോർഷനാണ് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലാവുന്നു, ഒരു ഇൻസിഡൻറ്റ് നടന്ന് ഇൻ്റർവെല്ലാവുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഫ്ലാറ്റായിപ്പോയി എഴുത്തിൽ. ഫസ്റ്റ് ഹാഫിലെ ആ ഒരു മൊമെൻറ്റം സെക്കൻഡ് ഹാഫിൽ എനിക്ക് കിട്ടിയില്ല. ഭയങ്കര പ്ലെയിനായിട്ട് ഭയങ്കര VFX പരിപാടികളൊക്കെ കാണിച്ച് പോകുന്നുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റിൽ അവർ പണിയെടുത്തിട്ടില്ലാത്തതാണ് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫിൽ. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പം തമിഴ്നാട്ടിലെ ഓഡിയൻസിന് മാത്രമല്ല ഇവിടുത്തെ ഓഡിയൻസിനായാലും കുട്ടികളും ആയിട്ട് ഫാമിലി ഓഡിയൻസ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും ഫാമിലി ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഉറപ്പായിട്ടും. യൂത്ത് ഓഡിയൻസിന് എത്രമാത്രം ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പാസത്തിൻ്റെ ഒക്കെ ഒരു അതിപ്രസരം കാണുമെന്ന്. പക്ഷേ അതൊന്നുമില്ല, കൃത്യം മീറ്ററിൽ മാത്രമാണ്. തുടക്കമൊക്കെ കണ്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് തോന്നി. അവസാനമൊക്കെ തുടക്കത്തിൽ ഇങ്ങനെയാണ്, അവസാനം എങ്ങനെയായിരിക്കും. പക്ഷേ ഒരു സീനും ഇല്ല. അക്കാര്യമൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും വൺ ടൈം വാച്ചിൽ നല്ല എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് അയലാൻ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.25 ഔട്ട് ഓഫ് 5 ആണ്.